ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നാളെ എൻ്റെ സ്കൂളിൽ എനിക്ക് ഓണം സെലിബ്രേഷനാണ്. അതിൻ്റെ കുറേ ഡ്രസ്സസും ഓർണമെൻറ്റ്സും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും നാളത്തെ സെലിബ്രേഷൻ വരാൻ പോകണമെന്ന് അറിഞ്ഞൂടാ. സ്കൂളിൽ അകത്ത് കേട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പുറത്ത് റെഡി ആവുന്നതും അതൊക്കെ ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ വിത്ത് യു. ഇപ്പോൾ നമുക്ക് എൻ്റെ ഡ്രസ്സും എൻ്റെ ഓർണമെൻറ്റ്സും കുറച്ചുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം എൻ്റെ ഓർണമെൻറ്റ്സ് കാണാം. അവർ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഓർണമെൻറ്റ്സിൽ ഒരെണ്ണമാണ് ഈ ഒരു ബാങ്കിൾ. ഇഷ്ടമായോ? മൾട്ടിയായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇപ്പുറത്തൊരു ഗ്രീൻ ഇപ്പുറത്തൊരു ഓറഞ്ച് അങ്ങനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കിൾസ് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ്, അതായത് മാല കാണിച്ചു തരാം. ഇത് കൊള്ളാവോ? നോക്കോ, ഇത് ഞാനും അമ്മയും കൂടെ എവിടെയോ പോയി, അവിടെ പോയി, ആ ഷോപ്പിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഞാനും അമ്മയും പോയി പർച്ചേസ് ചെയ്ത് ഒരെണ്ണമാണ്. ഇതിൻ്റെ തന്നെ കമ്മലും വരുന്നുണ്ട്, ഇയറിങ്സ് ഉണ്ട്. ഒരു മിനിറ്റ്, ഇതിൻ്റെ ഇയറിങ്സാണ് ഇത് വരുന്നത്. എൻ്റെ ഗ്രീൻ ബ്ലൗസാണ്, അപ്പം ഇതിന് ചേരുന്നത് ഈ ഒരു മാലയെ കണ്ടുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ബ്ലൗസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഒരു ബ്ലൗസായിരുന്നു. എൻ്റെ അമ്മയാണ് ഇതിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തത്. കൊള്ളാവോ? അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് നാളെ തലയിൽ വെക്കാനുള്ള കുറച്ച് ക്ലിപ്സ്, പിന്നെ സ്കേർട്ട്. അത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഇതേ ഇങ്ങനത്തെ ഒരു പ്ലെയിൻ സ്കേർട്ട്. താഴെ ആ ഡ്രസ്സിൻ്റെ തന്നെ പാറ്റേണുള്ളൊരു ഇങ്ങനെ വരുന്നൊരു സ്കേർട്ട്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഓർണമെൻറ്റ്സ്. നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നാളെ കാണാം. ഉറങ്ങി എണീക്കാം. ബൈ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ബ്രഷൊക്കെ ചെയ്തു. ഈ മുഖം ഒക്കെ റെഡി ആയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ എൻ്റെ മേക്കപ്പിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ക്രീമാണ്. ഇത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. എനിക്ക് സ്കിന്നിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബയോസെൽഫിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് പൗഡർ. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പൗഡർ നമ്മൾ കുറച്ചെടുത്തു. ഓക്കെ, അമ്മ ഓക്കെയാണോ? ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഡള്ളായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പൊട്ടെടുത്ത് ഓക്കെ. നെക്സ്റ്റ് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഷുഗറിൻ്റെ ഒരു ഇതാണ് ഒരു ചീക്സിലിടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ മിററിൽ നോക്കി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനതോടെ ഫിനിഷിങ് അപ്പൊക്കെ ചെയ്തിട്ട് കാണിക്കാം. ഞാനൊന്നും കാണത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ജസ്റ്റ് ഗ്ലിറ്റർ പോലത്തെ ഇത് നമ്മൾ നടുവേക്കൂടെ ഇങ്ങനെ വരയ്ക്കും. വൃത്തിയിലൊന്നുമില്ല. ഇത് വേണമെങ്കിൽ നമ്മളെല്ലായിടത്തും അപ്ലൈ ചെയ്യും, പക്ഷെ ഗ്ലിറ്റർ ചെയ്യാവാൻ. ഒരു മിനിറ്റ്, അത് കുറച്ച് നമ്മൾ പുറത്തോട്ടാക്കുമ്പോൾ ശരിയാവും. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒരു സ്മോൾ മേക്കപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, പൊട്ടെടുത്ത് ഒരു മിനിറ്റ് നോക്കട്ടെ.
മാത്രമുള്ള മേക്കപ്പ് സെഷൻ. ഞാനൊന്ന് ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. ബൈ, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. കഴിക്കാൻ ഇഡലിയും സാമ്പാറുമാണ്. നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കുഞ്ഞ് പീസ് നോക്കി എടുക്കുക. ഞാൻ കഴിച്ചു വേണം. ഗൈസ്, ഞാനിപ്പോൾ സ്കൂളിലോട്ട് പോകുമ്പോഴുള്ളൊരു അമ്പലമാണ്. ഹായ് ഗൈസ്, അങ്ങനെ വീട്ടിലെത്തി. ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എൻ്റെ മുടി. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എങ്ങനെയോ ശരിയാക്കി തന്നതാണ്. വീട്ടിലല്ല, അതാരാന്നറിയോ? എൻ്റെ അച്ഛൻ്റെ ബ്രദർ ഡെൻറ്റിസ്റ്റാണ്. അവരുടെ ക്ലിനിക്കിലോട്ട് നമ്മളിപ്പോൾ വന്ന്. അപ്പോൾ സിസ്റ്റർ വളർന്ന് ലൈറ്റ് ഇട്ടിട്ട് പോയി. ബൈ, ഞാൻ പിന്നെ കാണാം. അങ്ങനെ വീട്ടിലെത്തി. ഇനി എനിക്കൊരു കല്യാണമുണ്ട്, അപ്പം അവിടെ വെച്ച് കാണാം. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി. അപ്പം ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിലും എനിക്ക് ചെയ്യണമെന്നൊരു കാര്യം തോന്നി. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് കണ്ടോ, കൊള്ളാമോ? ഈ ലിപ്സ്റ്റിക്കാണ്. ഇത് ഷുഗർ പോപ്പ് അങ്ങനെ എന്തോ ലിപ്സ്റ്റിക്കാണ്. മാഞ്ഞപ്പോയി, അതാണ് എനിക്ക് കാണാൻ വയ്യ. ഞാൻ വല്ലപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ ഇടാറുള്ളൂ. പിന്നെ ഇത് ഞാനും അമ്മയും ഉപയോഗിക്കുന്നൊരു ഷെയ്ഡാണ്. അപ്പം ഇപ്പം ഞാൻ ഇട്ടേക്കുന്നൊരു ഷെയ്ഡാണ് ഈ കളർ. കൊള്ളാമോ? ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് കൊള്ളാമെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇത് മാത്രം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റെടുക്കും. അങ്ങനെയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒരു ബ്രൗണിഷോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ്, എനിക്കറിയില്ല. ഇതെന്ന് പറഞ്ഞാൽ പിങ്കിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ്, ചെറിയ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ്. അടയുന്നില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണിത്. കൊള്ളാവോ? ഇഷ്ടമായോ? അപ്പം ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഫോട്ടോ വെച്ച് കാണാം. അവിടെ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കാം. അവിടെ പോയിട്ട് കാണാം. ഈ കല്യാണത്തിനാണ് നമ്മൾ പോയത്, സിദ്ധാർത്ഥ ചേട്ടൻ്റെയും ആര്യ ചേച്ചിയുടെയും. അപ്പോൾ കല്യാണത്തിൽ നിന്ന് ഇറങ്ങി. കൊള്ളാല്ലേ ലൈറ്റൊക്കെ? ഞാൻ ഇവിടുത്തെ ബിറ്റ്സ് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ. എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയും. അപ്പോൾ ഞാൻ മിക്കവാറും ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ പോകും, കാരണം ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. അപ്പം അവിടെ പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോത്തീസിലൊക്കെ കയറി. പക്ഷേ പോത്തീസിൽ പോയൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല, ഭയങ്കര ക്രൗഡായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ടീഷർട്ട്സൊക്കെ മേടിക്കാനാണ് പോയത് അച്ഛന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എന്തായാലും ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുമോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. കണ്ടിന്യൂഷൻ എന്തെങ്കിലും ഇപ്പം എന്തായാലും രാത്രിയും നാളെ എന്തെങ്കിലും ബിറ്റ്സ് ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ വിത്ത് യു. ബൈ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ടു മൈ വ്ളോഗ്. ഇപ്പോൾ രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മുറ്റത്ത് റൗണ്ട് ചെയ്യാൻ വന്നു. അപ്പോൾ അച്ഛൻ്റെ ഓഫീസിൽ എന്താണ് സെലിബ്രേഷൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അച്ഛൻ ഇപ്പോൾ പോവും. അത് കഴിഞ്ഞ് ഞാൻ അമ്മേരെ കൂടെ അങ്ങോട്ട് വരും. അപ്പോൾ കാണാം. അപ്പോൾ റെഡി ആകുമ്പോഴാണ്, റെഡിയായിട്ട് കാണാം. ഈ പാട്ടാണ് ഞാൻ ഇവിടെ പാടുന്നത്. കരളീൻ്റെ കരളിൻ്റെ കരളി, ആ ഒരു പാടുണ്ടല്ലോ, അതാണ് ഇവിടെ പാടുന്നത്. കോപ്പി റൈറ്റ് വരുന്നുണ്ട്, അത് വിടാൻ പറ്റിയിട്ടില്ല. ഐ എം സോറി. കണ്ടോ, ഞാൻ വളയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം ആ പാട്ടിൻ്റെ അവസാനം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ആ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് കൊള്ളാമോ നോക്കിയിട്ട് പറയൂ. അങ്ങനെ ഗൈസ്, ഞാൻ ഡ്രസ്സും ഇട്ടു, ഓർണമെൻറ്റ്സ് എല്ലായിട്ടും റെഡി ആയിക്കാണ്. അങ്ങനെ കാണാൻ കൊള്ളാമോ? അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിന്നോട് കൂടാൻ. ഓ മതി, ബൈ.
കാൽപ്പനികമായിട്ടുള്ള നമ്മുടെ പാറു നമുക്ക് ടീമിനെ ഇവിടെ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പാറുവിന്റെ ഒരു സജഷൻ അങ്ങനെ കഴിഞ്ഞു. ഞാൻ സദ്യ കഴിക്കുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഡ്രസ്സും കൊള്ളാവോ? ഇത് എൻ്റെ അമ്മ ഡിസൈൻ ചെയ്തതാണ്. ഒരു കൊള്ളാല്ലേ? ഇതും പ്ലെയിൻ ബ്ലൗസായിരുന്നു. അമ്മയാണ് ഇതിൽ കൈയും ഇതൊക്കെ ചെയ്തത്. ഇവിടെ ഒരു താഴെ വരുന്നുണ്ട്. കൊള്ളാല്ലേ? ഓക്കെ. അപ്പം അതിൻ്റെ ഉള്ളത് എനിക്ക് പിക്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇപ്പം ഞാൻ കാറിൽ കയറി. ഇപ്പം എത്ര മണി? ഇപ്പം 5:12 PM ആയി. വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ കുറേ യുദ്ധത്തിന് ശേഷം വീട്ടിലെത്തി. അറ്റ് ലാസ്റ്റ് ഇനി കുളിച്ചിട്ട് കാണാം. അങ്ങനെ കുളിച്ചു, ഫ്രഷപ്പായി. ഇനി ഓക്കേ. കാണാൻ വയ്യ. ഇതാണ് നമ്മുടെ മുളക്. 3 മുളക് ഇട്ടുണ്ട്. അതിൽ ഒരെണ്ണേ നന്നായിട്ട് വളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെടുക്കാനൊന്നും ശ്രമിക്കും. നേരെ വേരോടെ പൊട്ടി. നീ കുറേ വെജിറ്റബിൾസ് ഉണ്ട്, വരൂ. കണ്ടോ, കുറേ ടൊമാറ്റോസ് വന്നിട്ടുണ്ട്. ഫ്യൂ ഡേയ്സിൽ നമുക്കിതൊക്കെ എടുക്കാം. ഹായ് ഗായ്സ്, അപ്പം ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. എനിക്ക് ഡാൻസും പാട്ടും വീണയൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ ഉറങ്ങല്ല, ഞാൻ ഡാൻസിനും പാട്ടിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ യൂണിഫോം. ഓക്കെ, അപ്പം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. ഈ വളവ് ഇതെനിക്ക് സൈനമ്മ എന്ന് പറഞ്ഞൊരു അമ്മമ്മയുണ്ട്, കാര്യങ്ങളൊക്കെ അമ്മമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പോയി ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ട് വരാം. ബൈ. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് മോര് കുടിക്കാൻ തോന്നി. അപ്പോൾ നമുക്ക് മോരുണ്ടാക്കിയാലോ? മോര് വെള്ളം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് മിക്സി ഉണ്ട്. മിക്സിക്കകത്ത് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കും. തൈരിപ്പോഴും മാക്സിമം ഒരു 5-7 സ്പൂൺസ് ഒക്കെ ഇടും. ടോട്ടലി 2 3 ഓക്കെ. ചൂടാണ് ഓക്കെ. നമ്മൾ മിക്സിക്കകത്ത് ഉള്ള കേടുണ്ട്. ഇനി നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഞ്ചറും ഗ്രീൻ ചില്ലിയും. ഈ ചില്ലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഗാർഡൻ, ഇത് സ്വന്തം ഗാർഡൻ നമ്മൾ എടുത്തതാണ്. അതിൻ്റെ തണ്ട് നമ്മൾ ചെറുതായിട്ട് ഒടിച്ചിട്ട് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിഞ്ചർ ഇടും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഉള്ള സോൾട്ടാണ്. സോൾട്ട് നമുക്കിടാം. ഓക്കെ, സോൾട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ മോരും വെള്ളം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം സോറി, വീണ്ടും ക്വസ്റ്റ്യൻ. അപ്പം അമ്മ മിക്സി അടിക്കാൻ പോയ നേരം കണ്ട ഞാൻ ഇവിടെ ഒരു സാധനം എത്തിച്ചു. മിക്സി അടിച്ചോണ്ട് അയ്യോ,
പിന്നെ കാണാം ഗൈസ്. അപ്പോൾ അമ്മ നമ്മളെ പോലെ വെള്ളമൊക്കെ മിക്സിട്ട് അടിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ഉണ്ട്, ഇതറിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മോരും വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. എനിക്ക് മുളക് വീണമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, തൈര് കഴിച്ചില്ല, അതിന്റെ ശിക്ഷയാണ്. തൈര് കഴിച്ചതിൻ്റെ ശിക്ഷയാണ് മൈ മദർ. കുറച്ച് സോൾട്ട് വേണം തോന്നുന്നു. അപ്പം നമ്മൾ സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ടേസ്റ്റി. എന്തായാലും ആ ഗ്രീൻ ചില്ലിയും നമ്മുടെ ഗാർഡനിൽ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ജിഞ്ചറും കൂടെ അപ്പം എനിക്ക് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കട്ടെ മൈസെൽഫ്. ഗൈസ്, അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ചില സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം കേടും ഒരു പുറത്ത് ഒരു ഇത്ര വരുന്ന ഒരു കുറച്ച് അത്രയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ചില ആൾക്കാർക്ക് ഒരുമാതിരി തോന്നും, പക്ഷേ ലൈക്ക് വെച്ച് ഉണ്ട്. ആഹാ, പ്രോബയോട്ടിക്, വെരി ഗുഡ് ഫോർ ഹെൽത്ത്. നമുക്ക് നല്ല സ്പീഡ് കഴിച്ചാലോ. കഴിച്ചിട്ട് വേണം. അങ്ങനെ ഫിനിഷ്ഡ് ഈറ്റിംഗ്. So let's clean the table, guys. ഇവിടെ നിന്ന് നമുക്ക് തുടച്ചിടാം. വെള്ളം ചെറുതായിട്ട് ഞാനൊന്ന് നനച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഇവിടെ മാത്രമല്ലേ നമ്മൾ ചെയ്തുള്ളൂ, ഇവിടെ മാത്രമേ അഴുക്കുള്ളൂ. ഈ പച്ചമുളകിൻ്റെ തോല് ഇവിടെ കിട്ടാം, മീൻസ്. അപ്പം നമുക്ക് ഇത് ഞാൻ നാച്ചുറലായിട്ട് കൊണ്ട് കളയാം. ഗൈസ്, ഞാൻ വെറുതെ പുറത്തോട്ട് പോയപ്പോൾ കുറച്ച് ലൈറ്റ്സ് കണ്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫുട്ടേജസ് ഞാൻ എടുത്തതാണേ. ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചും മോസ്കും ടെമ്പിളും അടുപ്പിച്ചിരിക്കുന്നൊരു അമ്പലം. അപ്പം ഇവിടെ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ദൈവങ്ങളും ഒരുമിച്ചിരിക്കുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കേ, അപ്പം ഞാനിവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ രണ്ട് സൈഡ് നോക്കിയിരിക്കും, എല്ലാ ടെമ്പിളും എല്ലാം കാണാൻ വേണ്ടി. കണ്ടോ ഗണപതിനെ. അപ്പോൾ ഗൈസ്, ഈ എൻ്റെ ഒരു മോരും വെള്ളം ഉണ്ടാക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ വ്ളോഗ് തുടർന്നുകൊണ്ട് പോയാൽ ദിസ് വിൽ ബി എ ലോങ് വീഡിയോ. സോ ഐ എം കട്ടിങ് ദിസ് ഇൻ ടു 2 parts. സോറി, ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ് എവരിബഡി. ബൈ.